മെൻസ് ഡേ ഒക്കെ അല്ലേ കഴിഞ്ഞു പോയത്. അപ്പം എൻ്റെ കുറച്ച് തോട്ട്സ് ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങൾ ജനിച്ച് സ്കൂളിൽ പോകുന്ന ഘട്ടം തൊട്ട് അവരെ നമ്മൾ യൂണിഫോം ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അവരെ തുല്യമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു, ഒരുപോലെ ഹാൻഡിൽ ചെയ്യുന്നു. സ്കൂളിൽ പോലും യൂണിഫോം ഡ്രസ് കോഡാണ്. അങ്ങനെ വളർന്നു വന്ന് അതിലുള്ള സ്ത്രീകൾ പെൺകുട്ടികൾ സ്ത്രീകളാകുന്ന സാഹചര്യത്തിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പ്രത്യേക റൂൾസ് ഒക്കെ ഉണ്ട്. ആൺകുട്ടികൾ പുരുഷന്മാരായി മാറുമ്പോൾ അവരെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്ന പഴയ ചില കീഴ്വഴക്കങ്ങളാണ്. ഒരു പുരുഷൻ ലൈഫിൽ ഫേസ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ഒരുപാട് സോഷ്യൽ എക്സ്പെക്ടേഷൻസിന്റെ പ്രഷറിലാണ് പലരും ജീവിക്കുന്നത്. പഠിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഉണ്ട്. പക്ഷേ നിർബന്ധമായിട്ടും ജോലി കിട്ടിയിരിക്കണം, സാധിക്കുമെങ്കിൽ സർക്കാർ ജോലി തന്നെ വേണം എന്നുള്ള നിർബന്ധം പുരുഷന്മാരുടെ ഉള്ളൂ. അതൊരു ഫോഴ്സ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥ വരുന്ന പുരുഷന്മാർക്കാണ്. സ്ത്രീകളുടെ മേൽ അങ്ങനെ ഒരു പ്രഷർ ഇല്ലെന്ന് തോന്നുന്നു. ഈ ഫിനാൻഷ്യൽ ബേർഡൻ ഓഫ് എ ഫാമിലി ഇപ്പോഴും എൻറ്റയർലി നിൽക്കുന്നത് പുരുഷന്റെ തോളിലാണ്. അതൊരു വളരെ വലിയ സ്ട്രെസ്സാണ് ഉണ്ടാക്കുന്നത്. WHO ഡെഫിനിഷൻ ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ, മെന്റൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഓഫ് എ പേഴ്സൺ. ആ മാനദണ്ഡം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭാരതത്തിലെ ഭൂരിഭാഗം പുരുഷന്മാരും ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. സൈക്കോളജിക്കൽ, സെക്ഷുവൽ, മെന്റൽ മേക്കപ്പിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പിന്തുടരുന്ന ആൾക്കാർ എത്ര പേരുണ്ടെന്നുള്ളത് സത്യത്തിൽ പഠനവിധേയമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ മെൻസ് ഹെൽത്തിനെ മുൻനിർത്തി മെൻ സെൻട്രിക് ആയിട്ടുള്ള പുരുഷന്മാരെ പരിഗണിക്കുന്ന, അവരെ ഫോക്കസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള നിയമങ്ങളും അതുപോലുള്ള സോഷ്യൽ സ്ട്രക്ചേഴ്സും ആവശ്യമല്ലേ? അതിന് നമ്മുടെ സമൂഹം പരിശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്.